കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ തുല്യ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 58ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ വർത്തമാനകാല വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സഹായം, പ്രത്യേക പദ്ധതി സഹായം, പ്രത്യേക കേന്ദ്ര സഹായം, പിന്നോക്ക മേഖലയ്ക്കുള്ള ഗ്രാന്റ് എന്നിവ ക്രമപ്പെടുത്തുന്നതിലൂടെ പ്ലാനിംഗ് കമ്മീഷൻ ധനകാര്യ കമ്മീഷന്റെ ഒരു സമാന്തര സ്ഥാപനമായി മാറി. ആരോഗ്യ മേഖലയെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നതിനുള്ള ചർച്ചകൾ നീതി ആയോഗിൽ നടക്കുന്നു. ജനാധിപത്യ സാമ്പത്തിക ഫെഡറലിസത്തിന്റെ തത്വമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ വഴി നൽകുന്ന വിഹിതം ഉപാധികളില്ലാതെ ചെലവഴിക്കാൻ കഴിയണം. പരമാവധി നികുതി പിരിച്ചെടുക്കുന്ന അധികാരം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുകയും പൊതുസേവനങ്ങളും ആവശ്യങ്ങളും ജനങ്ങൾക്ക് നൽകേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങളുടെ തനത് വരുമാനത്തെക്കാൾ ചെലവ് അധികരിക്കുന്നതിന് ഇത് കാരണമായെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം 2023-24 വർഷം മാത്രം സംസ്ഥാനത്തിന് വെട്ടിക്കുറയ്ക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന് കിട്ടേണ്ട വിഹിതം ഗ്രാന്റ് 15,000 കോടിയാണ്. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വർഷം കിട്ടിയതിൽ നിന്നും 15,000 കോടി ഒറ്റ വർഷം കൊണ്ട് സംസ്ഥാനത്തിന് വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ജനസംഖ്യാ നിയന്ത്രണം, സംസ്ഥാന വരുമാനത്തിന്റെ വർധനവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തികാധികാരം വീതിച്ചു നൽകുക എന്നിങ്ങനെയുള്ള വികസന നയങ്ങൾ പിന്തുടരുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിൽ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ രൂപകൽപ്പന ചെയ്തുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. KGOA സംസ്ഥാന പ്രസിഡന്റ് M.A. നാസർ അധ്യക്ഷനായിരുന്നു. അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ C.K. ഷിബു സമീപനരേഖ അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S.R. മോഹനചന്ദ്രൻ, സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ D. നാരായണ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ K. ജോസഫ്, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ മേരി ജോർജ്, KSEFI ചെയർമാൻ K. വരദരാജൻ, KGOA സംസ്ഥാന ട്രഷറർ P.V. ജിൻരാജ് എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.